ലോക ചാമ്പ്യന്മാർക്കെതിരെ ഡൊമിനേറ്റ് ചെയ്യുന്ന സമയം 5 മിനിറ്റ് മുമ്പ് ഗോൾ മടക്കി കളിയിലേക്ക് തിരികെ വന്നതാണ്. നേരത്തെ ഒരു യെല്ലോ കാർഡ് വാങ്ങി കീശയിൽ വച്ചിട്ടേയുള്ളൂ എംബോളോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ അയാൾ ആ ഡൈവിന് മുതിർന്നത് എന്തിനാണ് എന്ന് സ്വിറ്റ്സർലൻഡ് ആരാധകർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ആദ്യം പാരഡസ് എംബോളയെ വീഴ്ത്തിയതുപോലെയാണ് സകലർക്കും തോന്നിയത്. പിന്നെ വാറിന്റെ വിളിയാളമെത്തി. ക്ലിയർ ഡൈവ്, മിസ്റ്റേക്കൻ ഐഡന്റിറ്റി. റഫറി പാരഡസിന്റെ യെല്ലോ കാർഡ് പിൻവലിക്കുന്നു. എംബോളോക്ക് നേരെ സെക്കൻഡ് യെല്ലോ ഉയർത്തി. എംബോളോക്ക് അവിശ്വസനീയമായി തോന്നിയെങ്കിലും അയാൾ അത് അർഹിച്ചതായിരുന്നു എന്ന് റീപ്ലേ ദൃശ്യങ്ങൾ പറഞ്ഞു. ഇറസ്പോൺസിബിൾ എന്നല്ലാതെ എന്തു പറയാനാണ്? കൈവെള്ളയിൽ ഉണ്ടായിരുന്നൊരു കളിയെ സ്വിറ്റ്സർലൻഡ് ആ മൊമെന്റിൽ കളഞ്ഞു കുളിച്ചതുപോലെ തോന്നിക്കാണണം ആരാധകർക്ക്. മത്സരശേഷം സ്വിസ് കോച്ച് മുറാദ് യക്കീന്റെ ആദ്യ പ്രതികരണം റഫറിയാണ് തങ്ങളെ തോൽപ്പിച്ചത് എന്നായിരുന്നു. വാറിന്റെ കാലത്ത് ഇതൊക്കെ സൂക്ഷിക്കേണ്ട അമ്പാനെ എന്നല്ലാതെ എന്ത് പറയാൻ? ഈ കളിയും കൊണ്ട് ഇംഗ്ലണ്ടിന്റെ മടകിലേക്ക് അങ്ങ് കയറി ചെന്നാൽ മതിയെന്ന് ആർക്കെങ്കിലും അർജന്റീനക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുണ്ടാവും. ദാ ഡഗൌട്ടിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ട്. അർജന്റീന നിരയിലെ 12-ാമൻ ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി. അയാളെ കൂടി മറികടക്കണം. 2 ലയൺസ്. ആ 2 പേരെ അർജന്റീൻ ആരാധകർ അന്ധമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. പല കുറി പതറിപ്പോയപ്പോൾ ആ വിശ്വാസം മാത്രമാണല്ലോ അവർ ഈ കണ്ട കാലം അത്രയും കാത്തത്. സെമിയിൽ മുന്നിലുള്ളത് 3 ലയൺസ്. സാക്ഷാൽ തോമസ് ടുക്കേലിന്റെ ഇംഗ്ലണ്ട്. ലിയോ ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ ബൂട്ടുകെട്ടി ഇറങ്ങാൻ പോകുന്നു. അറ്റ്ലാന്റിക്കിലേക്ക് ഉറ്റുനോക്കുന്നു ലോകം. ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് ഒരു നിർണായക മത്സരം ജയിച്ചിട്ടും അർജന്റീൻ ആരാധകർ ഈ കളിയിൽ തൃപ്തരല്ല. 72-ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിനെതിരെ ഫുൾ ടൈമിൽ വിജയ ഗോൾ കണ്ടെത്താൻ അർജന്റീനക്ക് കഴിഞ്ഞിട്ടില്ല. 10 പേരായി ചുരുങ്ങിയിട്ടും എക്സ്ട്രാ ടൈമിലേക്ക് ആ കളിക വലിച്ചു നീട്ടിയത് സ്വിറ്റ്സർലൻഡിന്റെ ചെറുത്തുനിൽപ്പാണ്. പക്ഷേ പ്രതിസന്ധിയുടെ കയത്തിലേക്ക് മുങ്ങിത്താഴും മുമ്പ് അർജന്റീന സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഒരിക്കൽ കൂടി ആരാധകരുടെ ഹൃദയത്തെ നിലക്കാതെ മുടിപ്പിച്ചൊരു പോര്. ഒടുവിൽ ലൗതാരോയുടെ ആ 3-ാം ഗോളിന് ശേഷമാകണം അവർ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് തീർത്തത്. കൻസാസ് സിറ്റിയിൽ കളി തുടങ്ങി 10-ാം മിനിറ്റിൽ അർജന്റീന മുന്നിലെത്തുന്നുണ്ട്. ലിയോ കയ്യപ്പ് പതിപ്പിച്ച ഗോൾ. അർജന്റീനക്ക് അനുകൂലമായി ലഭിച്ച കോർണർ. അയാൾ പന്തിനെ ബോക്സിലേക്ക് തൂക്കിയിറക്കുന്നു. ഉയരക്കാരായ 2 ഡിഫൻഡർമാർക്കിടയിൽ നിന്നാണ് മാക്കലിസ്റ്റർ ചാടി ഉയർന്നത്. എ ബ്രില്യൻ ഹെഡർ. ലോകകപ്പിൽ ലിയോയുടെ 10-ാമത്തെ അസിസ്റ്റ്. വിശ്വവേദിയിൽ അതിൽ കൂടുതൽ അസിസ്റ്റ് കുറിച്ചൊരു കളിക്കാരൻ ഇല്ല. ഈ ടൂർണമെന്റിൽ ആദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ഒരു ഗോൾ വഴങ്ങി പിറകിലായി പോകുന്നത്. പിന്നെ ഗോൾ മടക്കാനുള്ള അവരുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ആരംഭിച്ചു. പല കുറി അവർ അർജന്റീൻ ഗോൾ മുഖത്തേക്ക് പന്തുമായി ഇരമ്പിയെത്തുന്നുണ്ട്. അർജന്റീന ഒരു വേള പ്രതിരോധത്തിലായെന്ന് തോന്നിച്ചു. 30-ാം മിനിറ്റിൽ എംബോളോ ഗോളിനരികിൽ വരെ എത്തുന്നുണ്ട്. എന്നാൽ എമിയുടെ കൃത്യമായ ഇടപെടൽ അർജന്റീനയെ വലിയൊരു അപകടത്തിൽ നിന്ന് കാത്തു. 2-ാം പകുതിയിലും സ്വിസ് മുന്നേറ്റങ്ങൾ പല കുറി കണ്ടു. 64-ാം മിനിറ്റിൽ പോയിന്റ് ബ്ലാങ്കിൽ എൻഡോയുടെ ഒരു ഹെഡർ എമി തട്ടിയകറ്റുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ ഷാക്കയുടെ ഒരു ലോങ് റേഞ്ചറും അർജന്റീൻ ഗോൾ മുഖത്ത് അപകടം വിതച്ചു. എമി വീണ്ടും രക്ഷകനായി. ഒടുവിൽ 67-ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡ് ലക്ഷ്യം കാണുന്നു. ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ എൻഡോയുടെ ഒരു കുതിപ്പ്. റിക്കാർഡോ റോഡ്രിഗസിന്റെ അസിസ്റ്റിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷ്. 5 മിനിറ്റിനകം എംബോളോ പുറത്തേക്ക്. മുറാദ് യക്കീൻ 5-man ബാക്ക് ലൈൻ ഒരുക്കി പ്രതിരോധം കാത്തു. അർജന്റീൻ മുന്നേറ്റങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു. അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെയും മക്കലിസ്റ്ററിന്റെയും 2 ശ്രമങ്ങൾ സ്വിസ് ഗോൾ മുഖത്ത് അപകടം വിതക്കുന്നുണ്ട്. ഒപ്പം ലിച്ചയുടെ ഒരു ആക്രോബാറ്റിക് ശ്രമം സ്വിസ് ഗോൾ കീപ്പർ ഗ്രിഗർ കോബൽ പണിപ്പൊട്ടി തട്ടിയകറ്റുന്നു. അത് ഗോളായിരുന്നെങ്കിൽ ഈ ലോകകപ്പിൽ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി അടയാളപ്പെടുത്തപ്പെട്ടേനെ. കളി എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. തിയാഗോ അൽമാഡ ആദ്യ മിനിറ്റുകളിൽ 2 തവണ സ്വിസ് ഗോൾ മുഖത്ത് അപകടം വിതക്കുന്നുണ്ട്. ബോക്സിന് വെളിയിൽ നിന്നൊരു ലോങ് റേഞ്ചർ പോസ്റ്റിന് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തുപോയത്. എക്സ്ട്രാ ടൈമിന്റെ 2-ാം പകുതിയിൽ ദ സ്പൈഡർ ഹൂലിയൻ അൽവാരസ് അവതരിച്ചു. കളിയുടെ 112-ാം മിനിറ്റ്. ആ കളിയിലെ ഏറ്റവും മനോഹരമായ മൊമെന്റ് അതായിരുന്നു. മാനുവൽ ലോപ്പസിന്റെ കാലിൽ നിന്ന് പന്തേറ്റു വാങ്ങുമ്പോൾ അൽവാരസ് ബോക്സിന്റെ ഇടതു കോർണറിന്റെ അരികിലായിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് അയാൾക്ക് മുന്നിലൂടെ ഓടി ബോക്സിലേക്ക് കയറി. എന്നാൽ അൽവാരസ് പന്തൊന്ന് വരുതിയിലാക്കിയ ശേഷം ബോക്സിന് വെളിയിൽ നിന്ന് നിറയൊടിച്ചു. ഒടുന്നൻ അങ്ങനെ ഒരു നീക്കം ചിലപ്പോൾ കോബൽ പ്രതീക്ഷിച്ച് കാണില്ല. കാരണം ലിയോ അപ്പുറത്ത് ഫ്രീ ആയി നിൽപ്പുണ്ടായിരുന്നു. അൽവാരസിന്റെ വലങ്കാരൻ വെടികൊണ്ട പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് തുളഞ്ഞു കയറുന്നു. ആബ്സലൂട്ട് സ്റ്റണ്ണർ. ആ സമയത്തും ലയണൽ സ്കലോണി കയ്യിലുണ്ടായിരുന്ന നോട്ട് പാഡിൽ പേന കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് ഡഗൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഗോൾ മടക്കാനായി സ്വിസ് താരങ്ങൾ മുഴുവൻ അർജന്റീൻ ഗോൾ മുഖത്തേക്ക്. അങ്ങനെ ഒരിക്കൽ
പ്രതിരോധം ഒഴിഞ്ഞു കിടന്നു. 120-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്ക്. ലൗതാരോ മാർട്ടിനസിന്റെ കാലിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഇടത് വിങ്ങിലൂടെ അൽമാഡയുടെ കുതിപ്പ്. കോബൽ ആ മുന്നേറ്റം തടഞ്ഞിട്ടെങ്കിലും റീബൗണ്ട് ചെയ്തെത്തിയ പന്തിനെ ലൗതാരോ അടിച്ച് വലയിലാക്കി. ദാ അപ്പോഴാണ് അർജന്റീൻ ആരാധകർക്ക് ശ്വാസം ശരിക്കും വീണ് കിട്ടിയത്. സ്വിറ്റ്സർലൻഡിനെതിരിൽ മൻസാംബിയുടെ വിടവ് എത്ര വലുതാണെന്ന് കാണിച്ചു തന്ന മത്സരം. ഇരുപകുതികളിലും നിരവധി ഗോളവസരങ്ങൾ അവർ തുറന്നെങ്കിലും ഒറ്റത്തവണയാണ് അവർക്ക് പന്ത് വലയിലാക്കാൻ കഴിഞ്ഞത്. നമ്പർ 9 റോളിൽ കളിച്ച എംബോളോ പുറത്തു പോവുക കൂടി ചെയ്തതോടെ അർജന്റീനയ്ക്ക് വലിയൊരു തലവേദനയാണ് ഒഴിഞ്ഞു കിട്ടിയത്. അതുവരെ പൊസിഷനിലും മുന്നേറ്റങ്ങളിലുമൊക്കെ സ്വിറ്റ്സർലൻഡാണ് കളന്നിറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം അവരുടെ കോമ്പാക്ട് ബ്ലോക്ക് അർജന്റീൻ മുന്നേറ്റങ്ങൾക്ക് തടകണ കെട്ടി. ഷാക്ക പിന്നിലേക്കിറങ്ങി പ്രതിരോധത്തെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഒപ്പം മുന്നേറ്റങ്ങളിലും അയാൾക്ക് വലിയ റോളുണ്ടായിരുന്നു. പഴുതുകളടച്ച പ്രതിരോധം അർജന്റീനയ്ക്ക് സെൻട്രൽ ചാനലിലൂടെയുള്ള വഴികളെ അടച്ചു. ഇടക്ക് ബാക്ക് ലൈന് മുകളിലൂടെ പരഡസ് നൽകിയൊരു പന്തിനെ ലിയോ ലോബ് ചെയ്ത് വലയിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരും മുമ്പേ കോബൽ അതിനെ കൈപ്പിടികളാക്കി. അർജന്റീന പലകുറി ഡേഞ്ചറസ് പൊസിഷനിലെത്തിയെങ്കിലും പഴുതുകളടച്ച പ്രതിരോധവും കോബലും അവർക്ക് മുന്നിൽ തടയണ തീർത്തു. ഇക്കുറിയും സ്കലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയുടെ വിധിയിൽ നിർണായക റോൾ വഹിച്ചു. 91-ാം മിനിറ്റിൽ എൻസോയെ പിൻവലിച്ചാണ് സ്കലോണി അൽമാഡയെ കളത്തിലിറക്കുന്നത്. എക്സ്ട്രാ ടൈമിൽ ഇടത് വിങ്ങിലൂടെ അൽമാഡ പലകുറി സ്വിസ് ഗോൾ മുഖത്ത് അപകടം വിതക്കുന്നത് കണ്ടു. 85-ാം മിനിറ്റിൽ ഡീപോളിന് പകരം വന്ന ലൗതാരോ മാർട്ടിനസ് വല കുലുക്കുന്നു. 110-ാം മിനിറ്റിൽ പരഡസിന് പകരം എത്തിയ ലോപ്പസ് ആണ് ഹൂലിയൻ അൽവാരസിന്റെ ഗോളിന് വഴിയൊരുക്കിയത്. ടൂർണമെന്റിൽ ലയണൽ മെസ്സി വല കുലുക്കാത്ത അർജന്റീനയുടെ ആദ്യ മത്സരം. 3 വ്യത്യസ്ത കളിക്കാർ സ്കോർ ഷീറ്റിൽ ഇടം പിടിക്കുന്നു. ഓപ്പൺ പ്ലേയിൽ നിന്ന് അവർ സ്കോർ ചെയ്യുന്നു. ഏരിയൽ ബോളുകളും സെറ്റ് പീസുകളും ഒക്കെ വീണ്ടും നിർണായകമാകുന്നു. ലോകവേദികൾ തുടർച്ചയായി 9 മത്സരങ്ങളിൽ വലകുലുക്കിയ ശേഷമാണ് മെസ്സി ഗോളില്ലാത്ത ഒരു മത്സരം പൂർത്തിയാക്കുന്നത്. അപ്പോഴും ഒരു അസിസ്റ്റ് വരവ് വെച്ചിട്ടുണ്ട്. മെസ്സിയുടെ 10 അസിസ്റ്റുകളിലും 10 വ്യത്യസ്ത സ്കോറർമാരായിരുന്നു എന്നതാണ് ഇതിൽ കൗതുകകരമായൊരു വസ്തുത. 2006-ൽ ഹെർണാൻ ക്രിസ്പോക്കാണ് ലിയോ ലോകകപ്പിലെ ആദ്യ അസിസ്റ്റ് നൽകിയത്. കാർലോസ് ടെവസ്, ഏഞ്ചൽ ഡി മരിയ, ഗബ്രിയൽ മെർക്കാഡോ, സെർജിയോ അഗേറോ, എൻസോ ഫെർണാണ്ടസ്, നഹ്വൽ മൊളീന, ഹൂലിയൻ അൽവാരസ്, ക്രിസ്ത്യൻ റൊമേറോ ആൻഡ് മക്കലിസ്റ്റർ. എന്നാൽ സ്വിറ്റ്സർലൻഡിനെതിരെ ആ അസിസ്റ്റിന് ശേഷം മത്സരത്തിൽ ലിയോക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായിരുന്നില്ല. എംബോളോ പോയതിനു ശേഷമാണ് പിന്നെയും ചില നീക്കങ്ങൾ കാണാനായത്. ബുധനാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി പോരാട്ടം. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വരുന്നത്. 2005 നവംബർ 12-നാണ് അവസാനമായി ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം നടന്നത്. ജനീവയിൽ വെച്ച രംഗൊരു ഒരു സൗഹൃദ മത്സരമായിരുന്നു അത്. ഒപ്പം ആരാധകരുടെ ഓർമ്മകൾ പതിറ്റാണ്ടുകൾ പിറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. 1986-ലേക്ക് ദൈവത്തിൻ്റെ കൈഗോൾ പിറന്ന ആ ക്വാർട്ടർ ഫൈനൽ. വാറൊക്കെ നടപ്പിലാക്കപ്പെട്ട കാലത്താണ് മറ്റൊരു ഹൈ വോൾട്ടേജ് പോരിന് ലോകവേദിയിൽ അരങ്ങൊരുങ്ങുന്നത്. അറ്റ്ലാന്റ അക്ഷമയോടെ കാത്തിരിക്കുന്നു ആ മഹായുദ്ധത്തിന്.